ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ബസ്സിൽ കയറി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു. അതിപ്പോ ഞാനാവാം, നിങ്ങളാവാം, ആരും ആവാം. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. അയാൾ ബസ്സിൽ കയറുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണെന്ന് തന്നെ വിചാരിക്കുക, 2-3 പ്രാവശ്യം ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇച്ചിരി പാടാം. പക്ഷെ എന്നാലും ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആളെ സെലക്ട് ചെയ്യാൻ പറ്റിയത്? ചുമ്മാ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവും ഇയാൾ ഇപ്പോൾ തട്ടും, ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കാം. അവളെങ്ങനെ ക്യാമറ പിടിച്ചിരുന്നെന്ന് അറിയാമോ? കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുന്നു, വൈഡ് ആംഗിൾ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇപ്പുറത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, കമ്പിയിലോ എവിടെയാണെന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അറിയാത്തവർ ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ ഉടനെ തൊട്ടപ്പുറത്ത് ഒരാൾ വന്നിട്ടുണ്ട്, അയാളിപ്പോൾ തട്ടും അല്ലേ? അത് അവളുടെ സ്ഥിരം പണിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഷിംജിത അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ, മനഃപൂർവ്വം തട്ടിക്കാൻ വേണ്ടി ഒരാൾ അടുത്ത് പോയി നിന്നിട്ട് അയാൾ തട്ടിയപ്പോൾ റെക്കോർഡ് ചെയ്താണെങ്കിൽ ഇവളിത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് പിടിച്ച ആൾ അപ്പം തന്നെ ആത്മഹത്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് കേസെടുത്ത് ഷിംജിതയുടെ മൊബൈലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴേ ഇതൊരു സ്ഥിരം പരിപാടിയാണെങ്കിൽ ഷിംജിത ഇതേപോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് വീഡിയോസ് ഇതിന് മുമ്പും ബസ്സിൽ കയറിയപ്പോൾ എല്ലായിടത്തും പോയി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന ഒരാളായിരിക്കണം. ആരെങ്കിലും തട്ടുവോ എന്ന് നോക്കി. കാരണം കണ്ടന്റ് ക്രിയേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഇറങ്ങി നിന്നിട്ട് ഇതേപോലെ ഒത്തിരി അടുത്ത് നിന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾ തട്ടുമ്പോൾ കിട്ടി അല്ലേ? അതല്ലേ കാണേണ്ടത്. ഇത് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കണ്ടത് കൊണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടും അതല്ല അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കയറിയതാണ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടന്റാണ്. എല്ലാ വാർത്താ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകൾ കണ്ടാൽ എല്ലാവരും ആത്മഹത്യ എന്താ പറയുക? വാർത്താ ചാനൽ നിർത്തുമോ? അല്ല, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു പിടിപ്പിക്കുന്നത്? കള്ളത്തരവും പറയുന്നില്ലേ, ഇല്ലാ കഥകൾ പറയുന്നില്ലേ, പോലീസുകാർ കള്ളക്കേസ് ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്താൽ ഇവിടെ കേരളത്തിൽ എത്ര പേര് ബാക്കിയാണോ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവന്മാർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്തുവാ? അതുപോലെ പെണ്ണാണോ എല്ലാം ഇതുപോലെ എന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ഷിംജിതയുടെ മൊബൈൽ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടും ഈ പെൺകുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് അവസാനം കിട്ടിയേരെ പിടിച്ചു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലാക്കാൻ ഇത് മതി. ഇതിപ്പോൾ അയാൾ അവിടെ തട്ടുന്ന കണ്ടപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് അയാളെ പിടിക്കണം. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ വീഡിയോ ഇട്ട് അപ്പുറത്ത് പെണ്ണിനെ തട്ടുന്നത് അവരുടെ ഡിസ്കംഫർട്ടിൽ നിന്ന് ഒരാളെ പിടിച്ചത് എടുക്കാൻ ക്ലിയറായിട്ട് പറ്റിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇയാൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അയാൾക്കറിയാം തട്ടാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. ഷിംജിതയ്ക്ക് അറിയാം ഇയാൾ ഇങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, അടുത്ത പെണ്ണെടുത്ത് വന്നിട്ടുണ്ട്, ഇയാൾ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ക്യാമറ ഓണാക്കി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെച്ചിട്ട് വയനാട് അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ അനങ്ങാതെ നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പോലീസ് ശ്രദ്ധിക്കുക. അനങ്ങാതെ നിൽക്കുന്നൊരു പെണ്ണ്, അവളത് ഇങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുന്ന പെണ്ണ്. അതേപോലെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ അവൾ എന്താ ചെയ്യേണ്ടത്? പ്രതികരിച്ച് എന്നെ തട്ടിയോ എന്ന് ചോദിച്ചാൽ അത് കള്ളത്തരമാവും. ഇയാൾ തട്ടിയെന്ന് ചോദിക്കേണ്ടത് അയാളുടെ ബോഡി യൂസ് ചെയ്തത് തെളിവുണ്ടാക്കാനാണ്, സുഖം ഉണ്ടാക്കാനല്ല. അങ്ങനെ സുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് നിന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യും അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട്. അയാളെ സുഖം എടുത്തിട്ട് പോകത്തല്ലേ ഉള്ളൂ. എന്തിങ്ങനെ ഞാൻ സൂഹിക്കുന്നതിൻ്റെ വീഡിയോ അത് ഭയങ്കര സംഭവമായി പോയി. അങ്ങനെയാണ് എന്തൊരു ചിന്തയാണ് മനുഷ്യരുടെ. അവൾക്ക് സുഖിച്ചു, അവൾ അനങ്ങാതെ നിന്ന് അവൾ അങ്ങോട്ട് നിന്ന് മുട്ടി, അതിൻ്റെ വീഡിയോ എടുത്ത് അവൾ പബ്ലിഷ് ചെയ്തിട്ട് അവൾ അത് കണ്ട ആർക്കും മനസ്സിലാകത്തില്ലെന്ന് പോലെ ബോധമില്ലാത്ത പെണ്ണാണ് ഷിംജിത എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷിംജിതയുടെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അല്ലെ, സൈക്കോളജിസ്റ്റ് ആയ ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യുന്നത് അത് വിചിത്രമായ ഒരു മണ്ടത്തരമായിപ്പോയി. മറ്റൊരു വളരെ കോമൺ ആയ സംഭവം തന്നെയാണ്. അത് കോമൺ സംഭവമായിട്ട് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത ആർക്കാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവള് റിയാക്ട് ചെയ്തില്ല, അല്ല അവളുടെ മുഖത്ത് ഭാവം കണ്ടപ്പോൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കുറച്ച് പേര് അനലൈസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്തൊരു വിടുതരവാ. അവൾ അബ്യൂസ് നേരിട്ട പെണ്ണല്ല ഒന്നാമത്, അതാദ്യം മനസ്സിലാക്കുക. അവൾ അബ്യൂസ് നേരിട്ടവളല്ല. അവൾ ആ അബ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത അബ്യൂസ് അവരുടെ നേരെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവരുടെ ബോഡി അതിന് യൂസ് ചെയ്ത് ആ അബ്യൂസിനെ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു തെളിവുണ്ടാക്കാൻ വേണ്ടി അയാളുടെ ബോഡിയും അയാളുടെ എന്തുമായിക്കോട്ടെ അയാളുടെ മാനസികമായ തലവും എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് നിന്നിട്ട് അതിന് തെളിവ് കിട്ടിയപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്നിരിക്കും. അവർ ചിരിക്കും, അവർക്ക് മനസ്സിലായി ഇട്ടു വീണു, മനസ്സിലായോ? അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവരങ്ങ് പ്രതികരിച്ചിരുന്ന ഇങ്ങനെയാണോ ഉണ്ടാകുന്നത്? ബാഗ് തട്ടേക്കും അറിയാൻ മുട്ടിയാ ഇതിനെന്ത് ഇത്ര വലിയ കാര്യമാക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതിന് സ്ഥിരമായിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്? ഇത്രയും തെളിവ് വീഡിയോ കണ്ടിട്ട് പോലും വിടുന്നില്ല. അപ്പോൾ അതുകൂടി ഇല്ലാന്നെങ്കിൽ അവർ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാനും വിശ്വസിക്കത്തില്ല. എനിക്കും ഇപ്പോൾ ചെറിയ സംശയങ്ങളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചറിയോ, പെൺപിള്ളേർക്ക് ഇപ്പോൾ പൊതുവെ ഒരു സംശയമാണ്, ആരെടുത്ത് വന്ന് നിന്നാലും പിടിക്കാനാണോ മുട്ടാനോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയുള്ളവർ ഇനി വരും, മനസ്സിലായില്ലേ? അവരറിയാതെ പറയാം. ചില ഒരു പെങ്കുച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് തെറ്റിപ്പോയി, അവൾ വിചാരിക്കുന്ന മുട്ടോ തട്ടോ ഇവൾ എല്ലാവരും ഇതാ ചെയ്യുന്നത്, അങ്ങനെ വിചാരമുള്ളവരും ഉണ്ട്. ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ ഉള്ളതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഉണ്ടായില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. സ്ത്രീകളെ ആയിട്ട് പുരുഷന്മാരും ആയിക്കോട്ടെ, ഇതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ കാണുകയാണ്, ബസ്സിനകത്തോ ഇവിടെ വെച്ചോ ഒരു ചെറിയ തരത്തിലുള്ള തട്ടുമുട്ടുമൊക്കെ ആയിട്ട് വരുന്ന ഒരാളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് അയാൾ കണ്ടു.
അയാൾ പറയുകയാണ് ചേച്ചി ഡിലീറ്റ് ചെയ്യണം. ഇല്ല പറ്റത്തില്ല, ഇത് തെളിവാണ്, എനിക്ക് പോലീസിൽ കൊടുക്കാനുള്ളതാണ്, വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പം തന്നെ അവർ കത്തിയെടുത്ത് കുത്താൻ സാധ്യതയുണ്ട്. സ്വയം ജീവനെടുക്കാൻ മടിയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവനെടുക്കാനോ അയാളെ അപായപ്പെടുത്താനോ മടിയില്ലാത്തവരും ഇവിടെ ഉണ്ട്. ഇതുവരെ അങ്ങനെയുള്ളവരുടെ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ എത്തിപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചു, മരിക്കും എന്ന് ഒരു ആൻറ്റിസിപ്പേഷൻ ആർക്കും ഇല്ലായിരുന്നെങ്കിൽ കൊല്ലും എന്ന് ഇപ്പോഴും ഇല്ല. ഇനി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇനി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സ്ത്രീകൾ എന്ത് ചെയ്യണം? അവർ മരിക്കണോ, അതോ അവരിങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമ്പോൾ ജയിലിൽ പോയി കിടക്കണോ, അതോ ഇതൊക്കെ ഇനി ആസ്വദിക്കാൻ പഠിക്കണം? എന്താണ് ഗവൺമെൻറ് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സാധ്യതകളുണ്ട്, ഇതിന് മരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൊല്ലാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. പോലീസിന് എന്താ പറയാനുള്ളത്? പോലീസ് എന്താ പറയുന്നത്? നിങ്ങളുടെ മകളെയൊക്കെ, നിങ്ങളുടെ മക്കളും ഭാര്യയൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും, നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പറയുമോ ഇത് സൂഹിക്കാൻ പഠിക്കൂ, അത് നല്ല സുഖമാണ്, ആ ഒരു അവസരം നിങ്ങൾ സൂഹിക്കാൻ ഉപയോഗിക്കൂ, ഷിംജിത് സൂഹിക്കുക എന്നൊരു തെറ്റ് പറഞ്ഞ പോലെ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട, ആ സുഖം അനുഭവിച്ചിട്ട് വീട്ടിൽ വരൂ, ബാക്കി നമുക്ക് ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത് പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ. ഇതൊരു പ്രായത്തിൽ താഴ്ന്ന കുട്ടികളാണെങ്കിലും അബ്യൂസ് പെടുന്നത് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടല്ലോ. ബോക്സോ പോലത്തെ എത്രയോ കേസുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരും പ്രതികരിക്കാതിരിക്കണം, അല്ലെങ്കിൽ അറിയാതിരിക്കണം. ഇനി അഥവാ കേസ് കൊണ്ടൊന്ന് കൊടുത്താലും ചിലപ്പോൾ കുത്തിക്കൊല്ലാനും മരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ പറയുന്ന അപ്പുറം നിൽക്കുന്ന ആൾ ഏത് തരത്തിലുള്ള ആളാണോ അതുപോലെ ഇരിക്കും. അല്ലാതെ ഇത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് എല്ലാവരും മരിക്കുന്നില്ല, ഇങ്ങനെ വീഡിയോ എടുത്താൽ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നില്ല, ഇങ്ങനെ വീഡിയോ എടുത്തവരെല്ലാവരും കുത്തി കൊന്നിട്ടുമില്ല, ഇങ്ങനെ വീഡിയോ എടുത്തവർക്കാർക്കും പിന്നീട് ഇതേപോലെ തന്നെ ചെയ്യാതിരിക്കാൻ തോന്നിയിട്ടില്ല, ഇതുപോലെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത ഒരാൾ വീണ്ടും പിടിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരുടെ തരം മാറുന്നതനുസരിച്ച് റിയാക്ഷൻ മാറുമെന്നേ ഉള്ളൂ. ഇത് നടന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ആരാണ് കൊല്ലുന്നവൻ, ആരാണ് മരിക്കുന്നവൻ എന്ന് ഈ വീഡിയോ എടുത്തതോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്ന പെണ്ണിനെ എങ്ങനെ അറിയാൻ പറ്റും? അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് ഇത്തിരി സാധ്യതകളുള്ളതാണെന്ന് സൈക്കാട്രിക് ഡോക്ടർ അത് എന്താ പറയുക റിപ്പോർട്ടാക്കുന്നു, അതിനുവേണ്ടി ഒരു കാർഡ് കൊടുക്കുന്നു. ഇവർക്ക് അങ്ങനെ കാർഡ് കൈ കാണണം, ആ കാർഡ് കാണിക്കണേ ഇവരുണ്ടായിരുന്നു, ഇത് എനിക്ക് ഇങ്ങനെ പ്രശ്നമുള്ളതാണ്, എനിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതാണ്, എന്നെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടി എനിക്ക് ട്രീറ്റ്മെന്റ് ഉള്ളതാണ്, അറിയാതെ പറ്റുന്നതാണ്, മനസ്സിലായോ? അത് സൈക്കാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ പ്രശ്നം. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പിടിപ്പിക്കുകയല്ല വേണ്ടത്, മെന്റൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. വീട്ടുകാർക്ക് കൗൺസിലിംഗ് വേണം. ഇതുപോലത്തെ ആൾക്കാർക്ക് പ്രത്യേകം സീറ്റൂടെ ബസ്സിലൊക്കെ അറിയാൻ, പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമായി. പിന്നെ ഇവർ വന്നെടുത്ത് നിൽക്കുമ്പോഴും മുട്ടുമ്പോഴും അറിയാമെങ്കിൽ അപ്പോൾ തന്നെ തിരിഞ്ഞത് ചോദിക്കുക കാർഡുണ്ടോ, ഇല്ല എങ്കിൽ ഇത് നേരെ പോലീസ് റിപ്പോർട്ട് ചെയ്യും, കാർഡില്ലാത്ത ആൾ കറങ്ങി നടക്കുന്നത്.